ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ് ക്ഷേത്രത്തിൽ ഈ പിടക്കുഴിയെ കണ്ടു തുടങ്ങിയത് 16 വർഷങ്ങൾക്ക് മുമ്പാണ്. എവിടെ നിന്ന് എങ്ങനെ വന്നുവെന്ന് ആർക്കും അറിയില്ല. അന്നു കണ്ട അതേ രൂപം, യാതൊരു മാറ്റവുമില്ല. ക്ഷേത്രത്തിലെ നിവേദ്യങ്ങളും ഭക്തർ നൽകുന്ന പ്രസാദങ്ങളും മാത്രം തീറ്റ. ക്ഷേത്രം ജീവനക്കാർ കൂട് നിർമ്മിച്ചെങ്കിലും കൂട്ടിൽ കയറാൻ കോഴി തയ്യാറല്ല. ആ നാഗക്കാവിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് അവിടെ എല്ലാ ഇഴജന്തുക്കളും എല്ലാം ഉണ്ടല്ലോ. എന്നിട്ട് ഇതേവരെ ഒരു പോറൽ പോലെ ഏൽക്കാതെ ഇന്നും അത് ജീവിക്കുന്നു പറയുമ്പോൾ അതിലെന്തോ ഒരു അത്ഭുതം നമുക്ക് തോന്നുന്നുണ്ട്. തീറ്റ പ്രധാനമായിട്ട് ഈ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന അരി, നെല്ല്, ഇവ ചേർന്ന അക്ഷതങ്ങള്, അങ്ങനെ ഭക്തന്മാർ നൽകുന്ന അവില്, അത് തുടങ്ങിയുള്ള അത്രയും ചെറിയ ചെറിയ സംഗതികളല്ലാതെ അവിടെ പാറ്റകളും അതുപോലെ വീടുകളും വണ്ടുകളും ഒക്കെ പറന്ന് കിടക്കുന്ന സ്ഥലമാണ്. അതിനൊന്നും കൊത്തി തിന്നായിരുന്നവർ ആരെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എല്ലാ മാസവും ഭണ്ണാരപ്പെട്ടി തുറക്കുമ്പോൾ ശബ്ദം കേട്ടെത്തുന്ന കോഴി പണമെണ്ണിത്തീരും വരെ നിരീക്ഷണത്തിലാകും. ഭക്തരും ജീവനക്കാരും ഈ കോഴിക്ക് പേര് നൽകി ഭഗവതി കോഴി. ഇതുവരെ ഈ ഭഗവതി കോഴി ഒരിടത്തും മുട്ടയിട്ടതായി കണ്ടിട്ടില്ല. ക്ഷേത്രത്തിലോ പരിസര പ്രദേശങ്ങളിലോ കാഷ്ടിച്ചതായും കണ്ടിട്ടില്ലെന്ന് ജീവനക്കാർ പറയുന്നു. പ്രത്യക്ഷത്തിൽ 16 വർഷത്തിലധികം പ്രായമായ ഈ കോഴി ഏവർക്കും അത്ഭുതമാണ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.